കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചിരുന്നു. ഡാവിഞ്ചി റിസോൾവിൽ ഈ വെഡ്ഡിംഗ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഓരോ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ചെറിയ ക്യാമറ ഷേക്ക് വരാറുണ്ട് അല്ലേ? അതായത് വെഡ്ഡിംഗ് വർക്ക് എടുക്കുന്ന സമയത്ത് ക്യാമറ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ക്യാമറ റെക്കോർഡിംഗ് എൻഡ് ചെയ്യുന്ന സമയത്തും ചെറിയൊരു ക്യാമറ ഷേക്ക് വരാറുണ്ട്. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലിപ്പിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ട്രിം ടൂൾ ഉണ്ടാവും, അതെടുത്തിട്ട് ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്യും, എൻഡ് ഭാഗവും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും അല്ലേ? ഇതിപ്പോൾ ഒരു വെഡ്ഡിംഗ് വർക്കിൻ്റെ സംബന്ധിച്ച് നമ്മളൊരു ഗ്രൂപ്പ് സെക്ഷനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ക്ലിപ്പുകൾ കാണും. അപ്പോൾ ഓരോ ക്ലിപ്പും നമ്മളിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ഫ്രണ്ടും ബാക്കും കുറച്ച് ഭാഗം ട്രിം ചെയ്ത് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഡാവിഞ്ചി റിസോൾവിൽ ഇങ്ങനെ എല്ലാ ക്ലിപ്പുകളും ഒരുമിച്ച് സെലക്ട് ചെയ്ത ശേഷം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നമുക്ക് കുറച്ച് ഫ്രെയിം മാത്രം അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ട്രിം ചെയ്യേണ്ട വീഡിയോസ് എല്ലാം ടൈം ലൈനിൽ വലിച്ചിടുക. അതിനുശേഷം ട്രിം ടൂൾ എടുക്കുക. ട്രിം ടൂൾ എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഏത് വീഡിയോ തൊട്ടാണോ നമുക്ക് ട്രിം ചെയ്യേണ്ടത് ആ വീഡിയോയുടെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് ഈ അവസാനത്തെ ക്ലിപ്പുണ്ടല്ലോ, ഏറ്റവും അവസാനം നമ്മൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന അവസാനത്തെ ക്ലിപ്പിൻ്റെ പുറത്തു പോകരുത്. ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ക്ലിപ്പിൻ്റെ എൻഡിലൊരു സെലക്ഷൻ വരുന്നുണ്ടോ, അത് വരരുത്. വരാതെ ഇങ്ങനെ നിർത്തുക. കണ്ടോ, ഈ ഒരു സെലക്ഷൻ വരാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ നിർത്തുക. ഇങ്ങനെ നിർത്തിയിട്ട് മൗസ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാ ക്ലിപ്പിൻ്റെയും ആദ്യവും അവസാനവും ഓരോ ഹൈലൈറ്റ് സെലക്ഷനായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. കണ്ടല്ലോ, ഈ അവസാനത്തെ ക്ലിപ്പിൽ മാത്രം അത് വരാൻ പാടില്ല, ഏറ്റവും എൻഡിൽ മാത്രം. ഓക്കെ, കാരണം നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ വീഡിയോസിൻ്റെയും തുടക്കത്തിൽ മാത്രമാണ്. ഞാൻ അങ്ങനെ ലാസ്റ്റ് സെലക്ട് ചെയ്ത സമയത്ത് എനിക്കത് കറക്റ്റ് വർക്കാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ കീബോർഡിൽ യു ഉണ്ടല്ലോ, യു പ്രസ് ചെയ്യുക. യു പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സെലക്ഷൻ ഇങ്ങനെ മാറി മാറി പോകുന്ന കാണാം. കണ്ടോ, അത് ഓരോ വീഡിയോസിൻ്റെയും ഫ്രണ്ടിൽ മാത്രം ഈ ഒരു റെഡ് സെലക്ഷൻ ഇങ്ങനെ വരുന്ന രീതിയിലാക്കുക. ആ യു ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ സെലക്ഷൻ മാറി മാറി പോകുന്ന കാണാം. ഇപ്പം നോക്കി, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് രണ്ടും വീഡിയോയുടെ ഫ്രണ്ടും ബാക്കും സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു തവണ യു പ്രസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, എല്ലാ വീഡിയോസിൻ്റെയും ഫ്രണ്ടിൽ മാത്രം ആ ഒരു ഹൈലൈറ്റ് സെലക്ഷൻ വന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ ആക്കി വയ്ക്കുക ആദ്യം, കാരണം ആദ്യം നമ്മൾ ഫ്രണ്ടാണ് ട്രിം ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ ഈ ഒരു പ്ലേ ഹെഡ് ഉണ്ടല്ലോ, പ്ലേ ഹെഡ് ഇങ്ങനെ നീക്കി എത്ര ഭാഗമാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് പ്ലേ ഹെഡിനെ വെക്കുക. വെച്ചതിന് ശേഷം കൺട്രോൾ ഞെക്കി പിടിക്കുക. ഞെക്കി പിടിച്ചിട്ട് മൗസ് പോയിന്റ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ ഇതുപോലൊരു ഐക്കണായിട്ട് മാറും. കണ്ടോ, ഇങ്ങനെ മാറുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ഒന്ന് പോവും. അതിനുശേഷം ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മൗസ് പോയിന്റ് റിലീസ് ചെയ്യാതെ നിങ്ങൾ വലതോട്ട് പതുക്കെ ഇങ്ങനെ വലിച്ച് ആ ഒരു പ്ലേ ഹെഡിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. കണ്ടോ, അതായത് ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ പതുക്കെ വലിച്ച് വലതോട്ട് വലിച്ച് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ക്ലിപ്പിലും കാണാം അത്രയും ഭാഗം നമ്മൾ ആദ്യത്തെ ക്ലിപ്പിൽ എത്ര ഭാഗം റിമൂവ് ചെയ്തോ അത്രയും ഭാഗവും ബാക്കി എല്ലാത്തിലും റിമൂവ് ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം റിമൂവ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയാണ് ബാക്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോളുക. ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. നേരത്തെ നമ്മൾ ഇങ്ങനെയല്ലേ സെലക്ട് ചെയ്തേ, എന്നിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ പുറത്ത് പോകാതെ ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ പുറത്ത് വരരുത്, ഇവിടെ നിർത്തുക. അത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമുക്കത് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് പോയാൽ മതി. നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്യുക. നമ്മളിനി എൻഡ് ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ എൻഡും കൂടി സെലക്ട് ആവുക, ഇതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം സെലക്ട് ആവരുത്. ഓക്കെ, ഇനി നമ്മൾ യു പ്രസ് ചെയ്യുക. യു പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഫ്രണ്ട് സെലക്ട് ആയി. ഇനി ഇതേ ബാക്ക്. ഇപ്പോൾ ബാക്കിലുള്ള എല്ലാ ക്ലിപ്പിൻ്റെയും ബാക്ക് ഭാഗം മാത്രം ഇതേ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ പ്ലേ ഹെഡ് ഒന്നീ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് കൊണ്ടുവച്ച് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഏത് ക്ലിപ്പിൽ ചേഞ്ച് ചെയ്താലും ഇത് ഫുള്ള് ചേഞ്ച് ആവും കേട്ടോ. നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ ചെയ്യാം. ഇത്രയും ഭാഗം ഞാൻ കളയാൻ പോവാണേ. ഇത് ഇത്രയും ഭാഗം കളയാൻ പോവാണ്. കൺട്രോൾ ഞെക്കി പിടിക്കുന്നു, മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവച്ച് ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലിക്ക് റിലീസ് ചെയ്യാതെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് വലിച്ച് ആ പ്ലേ ഹെഡ് കൊണ്ട് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും ബാക്കിലത്തെ ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ റിമൂവ് ചെയ്ത് എത്രയാണോ അത്രയും ഭാഗവും റിമൂവ് ആയി കാണും. ഇത്രയും സിമ്പിളാണ് നമുക്ക് എല്ലാ ക്ലിപ്പിലും ഫ്രണ്ടും ബാക്കും ഇതുപോലെ റിമൂവ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. Do you hear that?
My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. We crank the AC to 79 and make a little island ride.